എൻ്റെ വീഡിയോ കേൾക്കാതെ പോകരുത്. സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ലഹരി. എൻ്റെ ആശയങ്ങളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പണ്ട് ലഹരി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കൊണ്ടുപോകുന്നതിനുള്ള ഓപ്ഷൻ കാര്യം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പലരും അച്ഛനും അമ്മയും കെട്ടി ഇട്ടാണെങ്കിലും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർ കൊണ്ടുവിടുമായിരുന്നു. പക്ഷേ അന്നത്തെ ലഹരി എന്ന് പറയുന്നത് മദ്യവും കഞ്ചാവുമാണ്. പക്ഷേ ഇന്നത്തെ ലഹരി എന്ന് പറയുന്നത് MDMA എന്ന് പറയുന്ന ഒരു രാസലഹരിയെ സംബന്ധിച്ചിടത്തോളം റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാൻ മാതാപിതാക്കൾ പരാജയപ്പെടുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആ പരാജയപ്പെടുന്ന സന്ദർഭങ്ങളിൽ ആ വീട്ടിൽ ഒരുപക്ഷെ ആത്മഹത്യയോ അല്ലെങ്കിൽ ആ കുട്ടികളുടെ വയലൻസോ ഒക്കെ ആ വീട്ടുകാർ സഹിക്കേണ്ടി വരുന്നു. അത് വലിയൊരു സത്യമാണ്. പിന്നെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഒരുവിധം 90% കേസുകളിലും പ്രായത്തിൽ കുറഞ്ഞവരാണ് MDMA ആയിട്ട് പിടിക്കപ്പെടുന്നത്. അവർ ഉപയോഗിക്കുന്നതായിട്ടാണ് പിടിക്കപ്പെടുന്നത്. കഞ്ചാവ് എന്ന് പറഞ്ഞ് അതിനെ തിരുത്തി ആ കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ്. എന്തിനാണ്? കഞ്ചാവാകുമ്പോൾ ചെറിയ എമൗണ്ട് ചെറിയ മില്ലിഗ്രാം ചേർത്ത് ഫൈൻ അടിച്ച് 500 1000 ഫൈൻ അടിച്ച് ആ കുട്ടിയെ പെറ്റിയടിച്ച് റിലീസ് ചെയ്യാണ്. പക്ഷെ അത് ശരിയായ നടപടിയാണോ? അല്ല. അതൊരു ആ കുട്ടിയുടെ ഭാവിയെ 100% തകർക്കുന്നതിന് തുല്യമാണ് ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മനുഷ്യാവകാശ കോടതിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. മനുഷ്യാവകാശ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഈ MDMA വെച്ച് പിടിക്കുന്ന കുട്ടികൾക്ക് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ പോകാതിരിക്കുന്നിടത്തോളം തന്നെ അവർ വീണ്ടും ആ ലഹരി ഉപയോഗിക്കുന്നുള്ള ടെൻഡൻസി കൊടുക്കുന്നു. അവർക്ക് 500 രൂപ പെറ്റി അടച്ചിട്ട് പോകുമ്പോൾ വീണ്ടും ഇത്രയേ ഉള്ളൂ എന്നുള്ള കഞ്ചാവാറ്റ് കൺവേർട്ട് ചെയ്ത് പ്രായത്തിൻ്റെ കൺസർവ് ചെയ്ത് പോലീസുകാരെ സഹായിക്കുന്നത് അത് അവർക്ക് ദോഷമായി തന്നെയാണ് ഭവിക്കാൻ പോകുന്നത്. ഭാവിയിൽ വരുന്ന 5 വർഷങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് മുതിർന്ന സ്ത്രീകളും പുരുഷന്മാരും അല്ല, 20 വയസ്സിനും 35 വയസ്സിനോടെയുള്ള യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നിരീക്ഷണമാണ്. കാരണം ആ രീതിയിൽ ഇപ്പോഴത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. അടുത്ത 5 വർഷത്തിൽ ഇടയിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് വീട്ടുകാർ, മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കണം. അവരെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി MDMA അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നത് തടയാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കണം. അതിലൊരു നാണക്കേടും വിചാരിക്കരുത്. അവർ വയലൻസിലോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസിനെ വിളിക്കണം. പോലീസുകാർക്ക് ഒരിക്കലും ഒരു കുട്ടിയെ മനുഷ്യാവകാശ ലംഘനം നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരുടെ ആക്ട്സിന്, അതായത് ലീഗൽ ആക്ഷന് എതിരെ തന്നെയാണ്. കാര്യം എപ്പോഴും അവരുടെ ഒരു നല്ല ഉദ്ദേശത്തോടെ ലീഗൽ ആക്ഷൻ എടുത്താലും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പോലീസിലോട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലീസുകാരെ സഹായത്തിന് വിളിച്ചാൽ അവർ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അതിനുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നമുക്ക് സർക്കാർക്കിടയിൽ തന്നെ ഉണ്ട്. ആ കുട്ടിയുടെ ഭാവി നമുക്ക് ശോഭനമാക്കുന്നതിന് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാം. ആ ലഹരി ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് മുക്തമാക്കാം. എൻ്റെ വീഡിയോ കാണാതെ പോകരുത്. കാരണം ലഹരി നമുക്ക് കണ്ണീരും ദുഃഖവും മാത്രമേ തരികയുള്ളൂ. അടുത്ത ടോപ്പിക്കിൽ ഞാൻ വരാം. അടുത്തൊരു വീഡിയോ ചെയ്യുന്നത് വരെ നമസ്കാരം.